ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഊട്ടി ട്രിപ്പിൻ്റെ പാർട്ട് 3 ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ളത് ഊട്ടിയിലുള്ള കർണാടക ഗാർഡനിലേക്കാണ് വന്നിട്ടുള്ളത്. ഊട്ടിയിൽ നിന്ന് 3 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഇവിടെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്. ഇവിടെ ഒരാൾക്കുള്ള എൻട്രി ഫീ വരുന്നത് 100 രൂപയാണ്, കുട്ടികൾക്ക് 50 രൂപയാണ് തോന്നുന്നുണ്ട്. ഈ ഒരു ഗാർഡൻ വരുന്നത് 38 ഏക്കറിലാണ് ഈ ഒരു ഗാർഡൻ വരുന്നത്. ഇതിൽ കുറേ നടന്ന് കാണാനുണ്ട്. ഇതാണ് കേട്ടോ ഗ്ലാസ് ഹൗസ്. ഇവിടെ അടിപൊളിയായിട്ടുള്ള കുറേ പ്ലാന്റ്സ് ഉണ്ട്. നല്ല രസം കേട്ടോ ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. സെയിൽ ചെയ്യാൻ വെച്ചതല്ല. ഈ ഗാർഡനിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ഗാർഡനിൽ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഊട്ടിയിലെ ആദ്യത്തെ തൂക്കുപാലം ഇവിടെയാണ് കേട്ടോ. തൂക്കുപാലത്തിൻ്റെ താഴത്തായിട്ടൊരു ചെറിയ ഡാമുണ്ട്. അതിലിതാ കുറേ മീനുകളും അതുപോലെ അരണ്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വാട്ടർ ഡാൻസിനുള്ള സെറ്റപ്പും കൂടെ ചെയ്തു വരുന്നുണ്ട്. പണി പൂർത്തിയായിട്ടില്ല. അങ്ങനെ ഇതാ ഊട്ടിയിലെ ആദ്യത്തെ ഹാങ്ങിങ് ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. ബ്രിഡ്ജ് തുടങ്ങുന്നതും അവസാനിക്കുന്നതെല്ലാം ടീ പ്ലാന്റേഷനിലാണ്. ഇവിടെ നിന്ന് അടിപൊളിയായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സെറ്റപ്പ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ചുറ്റുമുള്ളത് നല്ലതുപോലെ തന്നെ കാണാൻ പറ്റും. ഇത് കർണാടക ഗാർഡൻ്റെ സൈഡിലുള്ള നഴ്സറിയാണ്. ഇവിടെ കുറേയധികം ചെടികളുണ്ട്. ഇവിടെ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ള അവിടേക്കാട്ടോ എത്തുക. ഇനി ഊട്ടിയിലേക്ക് വരുമ്പോൾ ഈ ഒരു കർണാടക ഗാർഡൻ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാം. ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് ഇവിടേക്ക് വരുന്നത്. സാധാരണയായിട്ട് ബോട്ട് ഹൗസും ബോട്ടാണിക്കൽ ഗാർഡനും കണ്ടിട്ട് അങ്ങനെ തിരിച്ചു പോവാറാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഇൻഷാ അല്ലാഹ് ഉടനെ തന്നെ അപ്ലോഡ് ആക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.